നിങ്ങൾ പുതിയതായിട്ടൊരു വാഹനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രജിസ്ട്രേഷൻ നമ്പർ എങ്ങനെ RTOൻ്റെ വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്ത് സ്വന്തമാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ വാഹനത്തിന് ഇഷ്ടപ്പെട്ട ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് തന്നെ RTOൻ്റെ വെബ്സൈറ്റ് വഴി കയറി ബുക്ക് ചെയ്ത് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണുകൾ എനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാനും മറക്കരുതേ. ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് കൂടെ ഫോളോ ചെയ്തേക്കുക. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ബുക്ക് ചെയ്യാൻ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് fancy.parivahan.gov.in എന്ന വെബ്സൈറ്റാണ്. ഇതൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്തിച്ചേരാവുന്നതാണ്. രജിസ്ട്രേഷൻ നമ്പർ ബുക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ടൈം വിൻഡോയാണ്. അതായത് എല്ലാ വീക്കിലും മൺഡേ 11 മണി മുതൽ ആ വീക്കിലെ സാറ്റർഡേ 4 മണി വരെയാണ് നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ ബുക്ക് ചെയ്യാനുള്ള റിക്വസ്റ്റ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. പിന്നെ ആ വീക്ക് നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ ബുക്ക് ചെയ്യാനുള്ള റിക്വസ്റ്റ് പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. ആ സാറ്റർഡേ 6 മണിക്ക് മുതൽ പിറ്റേ മൺഡേ 10:30 വരെയാണ് ഓപ്ഷൻ ടൈം എന്ന് പറയുന്നത്. അതായത് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിന് ഒന്നിൽ കൂടുതൽ ആപ്ലിക്കൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓപ്ഷനിലേക്ക് പോകും. പിന്നീട് ഏറ്റവും കൂടുതൽ ബിഡ് പ്രൈസ് ആരാണോ ആ നമ്പറിന് ഓഫർ ചെയ്യുന്നത് അവർക്കായിരിക്കും ആ നമ്പർ അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഓപ്ഷൻ നടക്കുന്നത് സാറ്റർഡേ 6 മണി മുതൽ പിറ്റേ മൺഡേ 10:30 വരെയുള്ള ടൈമിലാണ്. ഇൻ കേസ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പറിന് ഒന്നിൽ കൂടുതൽ ആപ്ലിക്കൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഈ ഓപ്ഷനിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ടൈം ഫ്രെയിമിൽ, അതായത് സാറ്റർഡേ 4 മണി മുതൽ പിറ്റേ മൺഡേ 10:30 വരെയുള്ള ടൈം പീരീഡിലാണ് ഓപ്ഷൻ ബിഡ് പ്രൈസുകൾ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഓൺലൈനിലൂടെ ഈ വെബ്സൈറ്റ് വഴി തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ബിഡ് പ്രൈസ് കയറ്റി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ബിഡ് പ്രൈസ് ആരാണോ, അതായത് ഓപ്ഷൻ ക്ലോസ് ആവുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ബിഡ് പ്രൈസിൽ ആരാണോ ആ നമ്പർ വിളിക്കുന്നത് അദ്ദേഹത്തിനായിരിക്കും ആ നമ്പർ അലോട്ട് ആവുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന RTOൻ്റെ അണ്ടറിൽ ആ വീക്ക് ഓപ്പൺ ആയിട്ടിരിക്കുന്ന രജിസ്ട്രേഷൻ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലൂടെ തന്നെ പരിശോധിക്കാനായിട്ട് സാധിക്കും. ആ ഒരു സെറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രജിസ്ട്രേഷൻ നമ്പർ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് അറിയുന്നതിന് വേണ്ടി ഇവിടെ താഴെയായിട്ട് ഓൾ അവൈലബിൾ ഫാൻസി നമ്പേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റും RTOയും സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആലുവ സബ് RTOൻ്റെ അണ്ടറിൽ ഈ സീരീസ് ഓഫ് നമ്പറുകളാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. 2701 മുതൽ 4196 വരെയുള്ള നമ്പറുകളാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. ഈ നമ്പർ സീരീസിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഇതൊരിക്കലും ഒരു കണ്ടിന്യൂസ് രീതിയിലല്ല നമ്പർ പോകുന്നത്. ഇതിനിടയ്ക്ക് വരുന്ന ചില നമ്പറുകളൊക്കെ മിസ്സിംഗ് ആണ്. അതൊക്കെ ഓൾറെഡി ബുക്ക്ഡ് ആയിട്ടുള്ള നമ്പറുകളാണ്. ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പറുകളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് റിക്വസ്റ്റ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഓരോ വീക്കും പുതിയ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഈ ലിസ്റ്റിലേക്ക് ആഡായിട്ട് വരുന്നതുമാണ്. അടുത്തായിട്ട് ഈ വീക്കിലെ ഏതൊക്കെ നമ്പറിനാണ് ഓൾറെഡി ബുക്കിംഗ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഫ്രൈഡേ ആണ്. നാളെ സാറ്റർഡേ, നാളെ 4 മണി വരെയാണ് നമ്പർ ബുക്ക് ചെയ്യാനായിട്ട്, ഈ വീക്കിൽ നമ്പർ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ കുറച്ച് പേര് പല നമ്പറിനും റിക്വസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ സൈറ്റ് വഴി തന്നെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ മുകളിലായിട്ട് ബിഡിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് ബിഡിംഗ് അപ്ഡേറ്റ്സ് എന്നൊരു ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ സ്റ്റേറ്റും RTOയും സെലക്ട് ചെയ്യുക. ഓപ്ഷൻ ടൈപ്പിൻ്റെ അവിടെ ഓൾ ടൈപ്പ് ഓഫ് വെഹിക്കിൾ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം വ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഇത്രയും ഏകദേശം 40 ആപ്ലിക്കൻസ് ആണ് സോഫാർ നമ്പർ ബുക്ക് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ വീക്കിൽ. അപ്പോൾ ഇവിടെ ചില നമ്പർ, ഏറ്റവും ബേസ് പ്രൈസ് 3000 രൂപയാണ്. അതുകൂടാതെ ചില നമ്പറുകൾക്ക് റിസർവ് പ്രൈസ് കൂടുതലുമാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ KL 41W 4000 എന്ന നമ്പറിന് റിസർവ് പ്രൈസ് വരുന്നത് 5000 രൂപയാണ്. അപ്പോൾ മിനിമം 5000 രൂപ അടച്ചാലാണ് ഈ നമ്പർ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഇവിടെ നോക്കിയാൽ കാണാം, 4141 എന്ന നമ്പറിന് 7 ആപ്ലിക്കൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഇത് എന്തായാലും ഓപ്ഷനിലേക്ക് പോകും. ഈ 7 ആപ്ലിക്കൻസിൽ ആർക്ക് ഈ നമ്പർ നൽകണം എന്നത് ഓപ്ഷനിലൂടെയാണ് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ റിസർവ് പ്രൈസ് 5000 ഉണ്ട്. അതിനോടൊപ്പം ഈ 7 ആപ്ലിക്കൻസിൽ ആരാണോ ഏറ്റവും കൂടുതൽ ബിഡ് പ്രൈസ് കൂട്ടി വിളിക്കുന്നത് അവർക്കായിരിക്കും ഈ നമ്പർ അലോട്ട് ആവുന്നത്. ഒരു ആപ്ലിക്കൻ്റ് ഉള്ളൂ എങ്കിൽ നമുക്ക് ഈ നമ്പർ നമുക്ക് തന്നെ ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ റിക്വസ്റ്റ് പ്ലേസ് ചെയ്തതിന് ശേഷം സാറ്റർഡേ 4 മണിക്ക് ശേഷം അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം വന്നിട്ട് ഈ ലിസ്റ്റ് ഒന്നുകൂടെ പരിശോധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന റിക്വസ്റ്റിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു ആപ്ലിക്കൻ്റ് ആണ് ഉള്ളൂ എങ്കിൽ, അത് നിങ്ങൾ മാത്രമാണ് ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഒന്നിൽ കൂടുതൽ ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ അതെന്തായാലും ഓപ്ഷനിലേക്ക് പോകും എന്ന കാര്യം ഓർക്കുക.
ഇനി അടുത്തായിട്ട് എങ്ങനെയാണ് രജിസ്ട്രേഷൻ നമ്പറിന് ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് പ്ലേസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഈ ഫാൻസി പരിവാഹൻ .gov.in എന്ന വെബ്സൈറ്റിൽ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ താഴെയായിട്ട് കാണുന്ന രജിസ്റ്റർ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു സ്ക്രീൻ ഇത്തരത്തിൽ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ആപ്ലിക്കൻ്റ് നെയിം നമ്മുടെ പേര് അവിടെ എൻ്റർ ചെയ്യുക, മൊബൈൽ നമ്പർ ഇമെയിൽ ID എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന വെരിഫിക്കേഷൻ കോഡ് കൂടെ കൃത്യമായി എൻ്റർ ചെയ്ത് സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സൈൻ അപ്പ് ചെയ്യുന്നതിന് മുമ്പ് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി വെരിഫൈ മൊബൈൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു OTP നമ്മൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് വരുന്നതാണ്. ആ OTP അവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യു ഹാവ് സക്സസ്ഫുള്ളി സൈൻഡ് അപ്പ് ഓൺ ഫാൻസി വെഹിക്കിൾ നമ്പർ ഓപ്ഷൻ പോർട്ടൽ. യുവർ യൂസർ ID ആൻഡ് പാസ്വേഡ് ഈസ് സെൻഡ് ടു യുവർ മൊബൈൽ ആൻഡ് ഇമെയിൽ ID. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഇമെയിൽ IDയിലേക്ക് നമ്മുടെ യൂസർ IDയും പാസ്വേഡും സെൻഡ് ചെയ്തിട്ടുണ്ട്. മൊബൈൽ നമ്പറിലേക്ക് SMS ആയി വന്ന യൂസർ IDയും പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടെ ഫില്ല് ചെയ്ത് ലോഗിൻ ചെയ്യുക. നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അപ്ഡേറ്റ് ചെയ്ത പുതിയ പാസ്വേഡും യൂസർ ID ഉപയോഗിച്ച് പോർട്ടലിലേക്ക് വീണ്ടും ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലൊരു സ്ക്രീൻ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ കുറച്ച് ഫാൻസി നമ്പേഴ്സിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ നമ്പേഴ്സിനൊക്കെ റിസർവ് പ്രൈസ് കൂടുതലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ 0001 എന്ന നമ്പർ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ 1,00,000 രൂപയെങ്കിലും റിസർവ് പ്രൈസ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. അതുപോലെ ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിനൊക്കെ പല രീതിയിലാണ് റിസർവ് പ്രൈസ് വരുന്നത്. 50,000 രൂപയുണ്ട്, 25,000 രൂപയുണ്ട്. നമ്പർ ബുക്ക് ചെയ്യാനുള്ള ഏറ്റവും കുറഞ്ഞ എമൗണ്ട് എന്ന് പറയുന്നത് 3,000 രൂപയാണ്. അത് എന്തായാലും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമ്പർ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ മുകളിലായിട്ട് കാണുന്ന നമ്പർ സെലക്ഷൻ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ RTO ഏതാണോ അതിവിടെ ചൂസ് ചെയ്യുക. അങ്ങനെ RTO ഓഫീസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി ബുക്കിംഗ് വന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ലിസ്റ്റാണ് ഇവിടെ മുകളിലായിട്ട് കാണുന്നത്. അതിൻ്റെ റിസർവ് പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര ആപ്ലിക്കൻസ് അതിനുവേണ്ടി റിക്വസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ചെക്ക് അവൈലബിലിറ്റി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവൈലബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു മെസ്സേജാണ് ലഭിക്കുന്നതെങ്കിൽ ഈ നമ്പറിന് ഓൾറെഡി ആരോ റിക്വസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതേ നമ്പറിന് തന്നെ റിക്വസ്റ്റ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും, പക്ഷേ അത് ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ വഴി ആ നമ്പർ സ്വന്തമാക്കേണ്ടി വരും. നിങ്ങൾ അവൈലബിലിറ്റി ചെക്ക് ചെയ്ത നമ്പർ ഇതുവരെ ആരും അതിന് റിക്വസ്റ്റ് പ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഇത്തരത്തിൽ ആ നമ്പർ കാണിക്കുന്നതാണ്. അതിൻ്റെ റിസർവ് പ്രൈസും ഈ രീതിയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് താഴെയുള്ള കണ്ടിന്യൂ ടു രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാഹനം ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഡീലർ നമുക്കൊരു ഫോം 20 തന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ഫോം 20 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടാകും. ആ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ട് വരുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആപ്ലിക്കേഷൻ നമ്പർ നൽകി വിവരങ്ങളൊക്കെ ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി താഴെയായിട്ട് വരുമ്പോൾ ഇവിടെ നമ്മളൊരു അഡ്രസ് പ്രൂഫ് നൽകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി പാസ്പോർട്ടോ അല്ലെങ്കിൽ വോട്ടർ ID കാർഡോ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും റീഫണ്ട് തരേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ആ റീഫണ്ട് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മളിവിടെ നൽകുന്നത്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ കൃത്യമായി എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് പേയ്മെൻറ്റ് സ്ക്രീനാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകിയിട്ടുണ്ട്. നമ്മൾ ചൂസ് ചെയ്ത നമ്പർ, അതിൻ്റെ പ്രൈസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ കൃത്യമാണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം താഴെ കൊടുത്തിരിക്കുന്ന വെരിഫിക്കേഷൻ കോഡ് കൃത്യമായി ഫില്ല് ചെയ്ത് താഴെ നൽകിയിരിക്കുന്ന കൺസേൺഡ് ചെക്ക് ചെയ്ത് പേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് റീഡയറക്റ്റ് ആവുന്നതാണ്. ഇവിടെ ഈ ട്രഷറി ചൂസ് ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നൽകിയിരിക്കുന്ന പേയ്മെൻറ്റ് ഗേറ്റ് 1, പേയ്മെൻറ്റ് ഗേറ്റ് 2 രണ്ട് പേയ്മെൻറ്റ് ഗേറ്റ് ഉണ്ട്. ഇതിൽ പ്രിഫേർഡ് പേയ്മെൻറ്റ് ഗേറ്റ് 1 ആണ്. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് UPI, നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, QR പേയ്മെൻറ്റ് ഏതെങ്കിലും പേയ്മെൻറ്റ് മെത്തേഡ് വഴി പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും റീഡയറക്റ്റ് ചെയ്തിട്ട് RTOൻ്റെ വെബ്സൈറ്റിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ട് പ്രൊസീഡ് ഫോർ പ്രിൻറ്റ് റെസിപ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് ഇത്തരത്തിൽ ലഭിക്കുന്നതാണ്. ഈ അക്നോളജ്മെൻറ്റ് ഡോക്യുമെൻറ്റ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. റെസിപ്റ്റ് പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഇവിടെ റിപ്പോർട്ടിന് താഴെ റീപ്രിൻ്റ് ഈ റെസിപ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്താൽ മാത്രം മതി. അവിടെ അക്നോളജ്മെൻറ്റ് നമ്പർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ആ ഡോക്യുമെൻറ്റ് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം. അടുത്ത സാറ്റർഡേ 6 മണിക്ക് ശേഷം വീണ്ടും നമ്മൾ ഈ നമ്പർ സെലക്ഷൻ്റെ അവിടെ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നമ്പറിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് വേറെ ആരെങ്കിലും റിക്വസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ സാധിക്കും. അങ്ങനെ വേറെ ആരെങ്കിലും റിക്വസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്ഷനിലേക്ക് പോകും. അല്ലെങ്കിൽ ആ നമ്പർ നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
അപ്പോൾ ഗൈസ് നമ്മൾ നമ്പർ ബുക്ക് ചെയ്തിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുണ്ട്. നമ്മൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് നമ്പർ ബുക്ക് ചെയ്യാനുള്ള റിക്വസ്റ്റ് പ്ലേസ് ചെയ്തത്. ഇന്നിപ്പോൾ നെക്സ്റ്റ് വീക്ക് മൺഡേ ഉച്ചയ്ക്ക് 3 മണി ഏകദേശം ആ സമയമായിട്ടുണ്ട്. ഓപ്ഷൻ നടപടികളൊക്കെ ഇന്ന് രാവിലെ, അതായത് തിങ്കളാഴ്ച രാവിലെ 10:30 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 11 മണിയായപ്പോൾ പരിവാഹനിൽ നിന്ന് ഒരു SMS വന്നു, നമ്പർ അലോട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ബുക്ക് ചെയ്യാൻ ശ്രമിച്ച നമ്പറിന് ഞാൻ മാത്രമായിരുന്നു ആപ്ലിക്കൻ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് ഓപ്ഷനിലേക്ക് കാര്യങ്ങളിലേക്കൊന്നും പോയില്ല, ഡയറക്റ്റായിട്ട് എനിക്ക് അലോട്ടഡ് ആയി. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഈ ഓപ്ഷൻ റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ബിഡിങ്ങിൻ്റെ അണ്ടറിൽ കാണുന്ന വ്യൂ ഈ ഓപ്ഷൻ റിസൾട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ RTO, നിങ്ങളുടെ സ്റ്റേറ്റ്, RTO, റിസൾട്ട് ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. ഇവിടെ ഓരോ നമ്പറിൻ്റെയും സ്റ്റാറ്റസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ 1 to 8 വരെയുള്ള നമ്പേഴ്സിന് ഓൾറെഡി ഓപ്ഷൻ നടന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാറ്റസ് അസൈൻമെൻറ്റ് പെൻഡിങ് എന്നിങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഈ താഴെ 9 മുതലുള്ള നമ്പേഴ്സിന് നോ ബിഡിങ് എന്ന് എഴുതിയിരിക്കുന്നത്, അതായത് അത് ഓപ്ഷനിലേക്ക് പോയിട്ടില്ല. അതിന് മേ ബി ഒരു ആൾ മാത്രമായിരിക്കും അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ നമ്പർ ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ എൻ്റെ നമ്പർ ഇവിടെ 13ാമതായിട്ട് കിടക്കുന്ന നമ്പറാണ്. ഇതിനും ഞാൻ മാത്രമാണ് ആപ്ലിക്കൻ്റ് ആയിട്ടുണ്ടായിരുന്നത് ഈ നമ്പറിന്. അതുകൊണ്ട് തന്നെ നോ ബിഡിങ് ആണ് സ്റ്റാറ്റസ് അസൈൻഡ് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ലെറ്റർ, ഈ നമ്പർ നമുക്ക് അലോട്ടായി എന്ന് പറഞ്ഞ ലെറ്റർ ഓൾറെഡി ഈ ഫാൻസി വെബ്സൈറ്റിൽ ഇഷ്യൂ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് ലോഗിൻ ചെയ്ത് ആ അലോട്ട്മെൻറ്റ് ലെറ്റർ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ഈ ഫാൻസി പരിവാഹൻ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഇവിടെ മുകളിലായിട്ട് റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ റിപ്പോർട്ടിന് താഴെ പ്രിൻ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ അക്നോളജ്മെൻറ്റ് നമ്പർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ അക്നോളജ്മെൻറ്റ് നമ്പർ സെലക്ട് ചെയ്യുക. അക്നോളജ്മെൻറ്റ് നമ്പർ സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഇത്തരത്തിൽ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ മുകളിലായിട്ട് പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്കിത് പ്രിൻ്റ് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ അലോട്ട്മെൻറ്റ് ലെറ്റർ നമ്മൾ ഡീലറായിട്ട് ഷെയർ ചെയ്യുക. ബാക്കി പ്രോസസ്സിങ് ഡീലറിൻ്റെ എൻഡിൽ നിന്ന് അവർ ചെയ്യുന്നതാണ്. അവർ നമ്മൾ ഗൈഡ് ചെയ്യും ഇനിയുള്ള പ്രോസസ്സുകളിലൊക്കെ. അതുപോലെ തന്നെ ഈ നമ്പർ വെച്ചിട്ടുള്ള നമ്പർ പ്ലേറ്റും ഡീലർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ ഇൻഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിന് ഫാൻസി നമ്പർ ഫാൻസി പരിവാഹൻ വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. ഇതിലുള്ള യൂസ്ഫുൾ വീഡിയോസ് ഇനി ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.